എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരുപാട് ടിപ്സ് പറയുമ്പോൾ എല്ലാം കൂടെ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതുകൊണ്ട് അത്ര അധികം ടിപ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ആദ്യത്തെ ഒരു ടിപ്പ് ഒരുപാട് പേര് ചോദിച്ചൊരു ടിപ്പാണ്. ഉറുമ്പ് ശല്യം ഇല്ലാണ്ടാക്കാനായിട്ട് എന്തൊക്കെ ചെയ്താലും ഉറുമ്പുകൾ അപ്പോൾ പോവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാരയും ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്യുക. പഞ്ചസാര പൊടിച്ചിട്ട് എടുക്കുക, അതേ അളവ് തന്നെ ബേക്കിംഗ് സോഡയും എടുക്കണം. എന്നിട്ട് രണ്ടും കൂടെ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കുക. എന്നിട്ട് രാത്രി എല്ലാം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോണ നേരത്ത് ഇതിങ്ങനെ വിതറി കൊടുക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഉറുമ്പുകൾ എന്തായാലും വരുമല്ലോ, പഞ്ചസാരയുടെ സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ പഞ്ചസാര കഴിക്കുന്ന കൂട്ടത്തിൽ ബേക്കിംഗ് സോഡയും ഉറുമ്പുകൾ കഴിക്കുമ്പോൾ ഉറുമ്പുകൾ ചത്തുപോകും. അതാണ് കേട്ടോ, ബേക്കിംഗ് സോഡ ഉറുമ്പിന് പറ്റില്ല. അപ്പോൾ ഇതാണ് ആ ഒരു ട്രിക്ക്. അപ്പോൾ ഉറുമ്പിനെ കൊല്ലണം എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ടിപ്സ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. അടുത്തൊരു ടിപ്പ് പയറ് പരിപ്പ് ഇതിലൊന്നും പ്രാണികൾ കയറാണ്ടിരിക്കാനുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കരയാമ്പൂവൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വറ്റൽമുളകൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളൊക്കെ കേടാവാണ്ടിരിക്കും. പിന്നെ അതിലും കൂടുതലൊക്കെ നാൾ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാസ്റ്റർ ഓയിലില്ലേ, നമ്മുടെ അവണക്കെണ്ണ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് കുറച്ച് ഈ പയറിലും പരിപ്പിലൊക്കെ മിക്സ് ആക്കുക. കൈവച്ച് ഓയിൽ പോലെയല്ലേ ഉണ്ടാവുക, പിന്നെ അത് കഴുകുമ്പോൾ നന്നായി കഴുകി കളഞ്ഞാൽ മതി. കാസ്റ്റർ ഓയിൽ വിഷമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഫുഡിലായാലും പ്രശ്നമൊന്നുമില്ല. നന്നായിട്ടൊന്ന് കഴുകിക്കളഞ്ഞാൽ ആ ഒരു സ്മെല്ല് പോവും. അങ്ങനെ നമുക്ക് ഈ ഒരു പ്രാണികളൊന്നും വരാണ്ടിരിക്കാനായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ കണ്ടെയ്നറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാലും കുറേ നാളൊക്കെ അതിലേക്ക് പ്രാണികൾ വരാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ വേറെ പുറത്തൊക്കെ ഉള്ളവർ ഇങ്ങനെ ഒരുപാടൊക്കെ വാങ്ങിക്കുന്നവർ സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഞാനത് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ചോദിച്ചുകൊണ്ട്. അടുത്തൊരു ടിപ്പ്, നമ്മളെല്ലാവരും കിച്ചണിൽ ഇതുപോലത്തെ സിസർ യൂസ് ചെയ്യാറുണ്ട്. ഫിഷ് കട്ടറാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫിഷ് കട്ട് ചെയ്യാനല്ലാണ്ട് ഇതിൻ്റെ പാർട്സ് വെച്ചിട്ടുള്ള യൂസ് അധികം പേർക്കും അറിയില്ല. അതാണ് ഞാൻ ഒന്ന് രണ്ട് യൂസാണ് പറയുന്നത് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ പിസ്ത ഉണ്ടെങ്കിൽ, അതുപോലെ പീനട്ട്, നമ്മുടെ കപ്പലണ്ടി തോടോടുകൂടി വാങ്ങിക്കുന്നവരാണെങ്കിൽ ആ ഒരു തോട് പൊട്ടിക്കാൻ ചില സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. ചില പിസ്തകൾ തീരെ പൊട്ടില്ല, കടിച്ചിട്ടൊക്കെ കുട്ടികൾ പൊട്ടിക്കണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പൊട്ടിക്കാനുള്ളതാണ് ഇതിൻ്റെ ഈ ഭാഗം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ പൊട്ടാത്ത പിസ്ത ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ തോട് പൊട്ടിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കപ്പലണ്ടിയുടെ ഷെല്ലും ഇതേ രീതിയിൽ തന്നെ പൊട്ടിക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കുഴി പോലെ ആയിട്ടുള്ളൊരു ഭാഗമല്ലേ ഈ ഒരു ഭാഗം, അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സീൽ ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ഇല്ലേ, സോസ് ബോട്ടിലൊക്കെ, അതൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് ഇതൊരു ഓപ്പണറായിട്ട് യൂസ് ചെയ്യാം. ഈ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊളുത്തിയിട്ട് ഒന്ന് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഊരിപ്പോരും കേട്ടോ. അപ്പോൾ ഈ ഒരു സിസറിൻ്റെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, എന്നറിയാലോ. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടല പയർ ഇങ്ങനത്തെയൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ ഇതുപോലത്തെ കവറിലല്ലേ കൊണ്ടുവരിക. അപ്പോൾ അത് ഇട്ട് വയ്ക്കാനായിട്ട് കണ്ടെയ്നറൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കവറിൻ്റെ മുകൾ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോർത്തെടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് ഒതുങ്ങി നിൽക്കാനായിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി വെച്ച് ഇങ്ങനെ മൂടാലോ. അപ്പോൾ നമുക്ക് കടല പയറൊക്കെ ഇതിൽ നിന്ന് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. ആവശ്യം കഴിയുമ്പോൾ ഇങ്ങനെ മൂടി വെച്ച് മൂടുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം നെയ്ക്കുപ്പി പോലത്തെ കുപ്പിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുപ്പിയുടെ മൂടി തുറന്നിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി വായവട്ടം ഉണ്ടാവും, കുറച്ചുകൂടി ഈസിയാണ്. എന്തായാലും പല രീതിയിൽ നമുക്ക് ഈ ഒരു ട്രിക്ക് തന്നെ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് എത്ര വട്ടം വേണോ അതിനനുസരിച്ചിട്ടുള്ള ബോട്ടിൽ എടുത്താൽ മതി. നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ച് ഇത് മൂടി കഴിയുമ്പോൾ നല്ല എയർ ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്, നമ്മുടെ വീട്ടിൽ ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചതിരിഞ്ഞ സമയത്ത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്നും ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ള സമയത്ത് ഉച്ചതിരിഞ്ഞ് എന്താ ഉണ്ടാക്കാമെന്നൊരു ഇതാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ആദ്യമായിട്ടൊരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ ഉരുക്കിയിട്ട് എപ്പോഴും ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈവനിങ് സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമാണ് ശർക്കര വെച്ചിട്ടുള്ളതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും അതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 5 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക.
ഒരു മിനിറ്റ് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ചെറുപയർ കറിയൊക്കെ ആക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് ഒരു 1.25 കപ്പ് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ ഈസിയാണ്, ആ നേരത്ത് വേവിക്കാൻ വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ട്രൈ ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ചെറുപയർ നന്നായിട്ട് വേവിച്ചതായിരിക്കണം. എല്ലാം കൂടെ നമ്മൾ സുഖിയനൊക്കെ വേണ്ടിയിട്ട് ചെയ്യില്ലേ, അതേ രീതിയിൽ മിക്സ് ആക്കുക. ചെറിയ രീതിയിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ ചെറുപയർ വേവിച്ചിട്ടുള്ളത്. അത് പ്രശ്നമില്ല, മധുരം ഒന്ന് ബാലൻസ് ആയിക്കോളും കേട്ടോ. വല്ലാണ്ട് ഉപ്പിടാണ്ടിരുന്നാൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് ഇതേ ഒരു രീതിയിൽ ആയി കിട്ടണം കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വറുത്തരിപ്പൊടി, നമ്മുടെ അപ്പം ഇടിയപ്പം പൊടിയില്ലേ, ആ ഒരു പൊടിയാണ്, നല്ല വറവുള്ള പൊടിയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നെയ്യില്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. ഇനി ഈ ഒരു നല്ല തിളച്ച വെള്ളത്തിൽ നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു കുഴച്ചെടുത്ത മാവ് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഞാൻ ഇതുപോലത്തെ അച്ചാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ അച്ചുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കോഴിക്കോട്ട ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഈ അച്ചിലാവുമ്പോൾ ഇതിങ്ങനെ തുറന്നിട്ട് ഇതിൽ സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് വെളിച്ചെണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലും പകുതി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബോളിൽ നിന്ന് പകുതി 2-ലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ വക്കിലേക്കൊക്കെ ഇങ്ങനെ നന്നായിട്ട് ആക്കണം. അതിനുശേഷം നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്ന് അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ആ ഒരു അടിഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ മാവ് വെച്ചിട്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്നും കൂടെ പ്രസ് ചെയ്യണം. നമ്മൾ വെറുതെ ഒന്ന് അടച്ചാൽ പോരാ, നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് പതുക്കെ ഇങ്ങനെ തുറക്കുമ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. ചെറുപയർ വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് നല്ല ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ നാളിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നേരത്ത് കുറേശ്ശെ എടുത്തിട്ട് തണുപ്പ് കളഞ്ഞിട്ട് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ നല്ല ഹെൽത്തിയാണ്. നമ്മൾ ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ സുഖിയൻ എല്ലാവരും ട്രൈ ചെയ്യാറുണ്ടാവും. ഇതുപോലെ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഹെൽത്തിയുമാണ്. ആവിയിലാണല്ലോ വേവിക്കുന്നത്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. ഇനി നമുക്ക് ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് വേവിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ ചെറുപയർ വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും അതുപോലെ തന്നെ അതിലുള്ള ടിപ്സും പിന്നെ മറ്റ് ടിപ്സും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്ന് പറയുന്ന പോലെ പറയുകയാണ്, ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്